ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രക്ഷാബന്ധനാണല്ലോ. അപ്പോൾ ശ്രാവണ മാസത്തിലെ പൗർണമിയും ചേർന്ന് വരുന്ന ഓഗസ്റ്റ് 9 രക്ഷാബന്ധനാണ്. അപ്പോൾ അമ്മു നമ്മുടെ മോന് രക്ഷാബന്ധൻ രാഖി കെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു രക്ഷാബന്ധൻ്റെ ഒരു ചടങ്ങ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ മുംബൈയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതവിടെ വലിയ ആഘോഷമായി എല്ലാവരും ആഘോഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് ഇപ്പോഴും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രക്ഷാബന്ധൻ്റെ ഇത് എന്ന് പറയുന്നത് സംരക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവിടെയൊക്കെ നമ്മൾ സഹോദരനാണ് രാഖി ടൈ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നത്. സഹോദരനിൽ നിന്നുള്ള സ്നേഹവും സംരക്ഷണവും ഒരു സഹോദരി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻഡയറക്റ്റായിട്ടുള്ള ഒരർത്ഥം. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഇടയിലും പിൽക്കാലത്ത് ഹസ്ബൻഡ് വൈഫിനും ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നു, അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സഹോദരി സഹോദരന് കെട്ടിക്കൊടുക്കുന്ന ഒരു ചടങ്ങാണ് രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ് പൊതുവേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ആചരിച്ചു പോരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മിത്തോളജി പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലും ഇതിൻ്റെ പരാമർശം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൈവിരൽ മുറിഞ്ഞപ്പോൾ ദ്രൗപദി, പാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദി തൻ്റെ സാരിയുടെ ഒരു തുമ്പ് വലിച്ചു കീറി ഭഗവാന് കെട്ടിക്കൊടുക്കുകയും അപ്പോൾ ഭഗവാൻ അവരെ പ്രിയ സഖി, അതായത് ഡിയർ ഫ്രണ്ട് എന്നർത്ഥം വരുന്ന പ്രിയ കൂട്ടുകാരി, നിനക്ക് എപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞതായും മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിൽക്കാലത്തിൽ റാണി, അതായത് ഒരു റാണിയായ കർണാവതി, ചിറ്റൂറിൻ്റെ റാണിയായ യോദ്ധാവായിരുന്നു, വാരിയറായിരുന്നു ആ ചിറ്റൂറിലെ മഹാറാണി എന്ന് പറയുന്നത്. കർണാവതി ഹുമയൂൺ രാജാവിന് തൻ്റെ രാജധാനി രാജ്യം താൻ ഭരിക്കുന്ന ആ പ്രവിശ്യ അറ്റാക്ക് ചെയ്യുമെന്ന ഭയത്തിൽ റാണി കർണാവതി അപ്പോഴത്തെ സാമ്രാട്ടായ ശക്തിശാലിയായ ഹുമയൂണിന് രാഖി അയച്ചതായും ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പരാമർശം രാഖിയെക്കുറിച്ചുണ്ട്. തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പിൽക്കാലത്തിൽ റാണി തീ കൊളുത്തി മരിക്കുകയാണ് ചെയ്യുന്നത്. അത്ര വലിയ പോരാളിയായിരുന്നു, ആരുടെ മുന്നിലും കീഴടങ്ങാത്ത റാണി തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു കഥയും ചരിത്രപരമായ ഹുമയൂൺ ചക്രവർത്തിക്ക് റാണി കർണാവതി അയച്ച രാഖിയെക്കുറിച്ചും പരാമർശങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മോന് ഇത് രക്ഷാബന്ധൻ കെട്ടിക്കൊടുക്കുകയാണ്. ലഡ്ഡു മാത്രമാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അവൾക്ക് വെറും ഒരു ചോക്ലേറ്റാണ് മോൻ കൊടുത്തത്. അപ്പോൾ അതല്ലല്ലോ, നമുക്ക് സ്നേഹമാണല്ലോ ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ത് വാങ്ങുന്നു എന്നുള്ളതല്ല, ഒരു സ്നേഹം, ഒരു സഹോദരന് ഒരു സഹോദരിയും, ഒരു സഹോദരനൊരു സഹോദരിയും, സഹോദരിക്കൊരു സഹോദരനും ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെ വീട് സമൃദ്ധിയാൽ നിറഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അത് തന്നെയാണ് ഏറ്റവും വലുതായി ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ